ഇന്നത്തെ ഹിന്ദു പത്രത്തിൻ്റെ ഹെഡിങ് ആണിത്. അപ്പോൾ നീറ്റ് ലീക്കിലെ സ്റ്റുഡൻസ് ഫാമിലീസ് ട്രോമറ്റൈസ്ഡ് സുപ്രീം കോർട്ട്. അപ്പോൾ നീറ്റ് പരീക്ഷ നമുക്കറിയാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, ചില മാൽ പ്രാക്ടീസസ് കാരണം. ഇപ്പോൾ ഒരുപാട് 22 ലക്ഷത്തിലധികം കുട്ടികളാണത് ഇത്തവണ അത് രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു കഷ്ടപ്പെട്ട് പഠിച്ചതിന് ശേഷം വീണ്ടും വന്ന് എഴുതേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞൊരു കാര്യം കൂടെയാണ്. പക്ഷെ എന്നാലും ഈ നീറ്റ് എന്ന് പറയുന്ന ജ്വരം 22 ലക്ഷത്തിലധികം കുട്ടികൾ ഒരു വർഷം അത് എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് കോച്ചിങ് ക്ലാസ്സിലൊക്കെ പോയി പ്രിപ്പയർ ചെയ്ത് കഷ്ടപ്പെടുമ്പോൾ ഇതിൻ്റെ ഒരു റിയാലിറ്റിയും കൂടി മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും കുറച്ചുകൂടി വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ സഹായിക്കും എന്ന് കരുതിയിട്ടാണ് ചില സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളോട് പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. നോക്കൂ, ഇതിപ്പോൾ 22.5 ലാക്ക് കുട്ടികൾ എഴുതുന്നു. ഏകദേശം 1,28,000 സീറ്റുണ്ട് ഇന്ത്യയിൽ, ഗവൺമെൻറ് പ്രൈവറ്റ് കോളേജുകളിലൊക്കെ. പിന്നെ BDSഉം പിന്നെ ആയുഷ്മാൻ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സീറ്റുകളും വേറെ. അപ്പോൾ എന്താണ് റിയാലിറ്റി? WHO പറയുന്നത് ഒരു 1000 പേർക്ക് ഒരു ഡോക്ടർ വെച്ച് വേണമെന്നാണ് ഒരു കണക്ക്. ഇൻ്റർനാഷണലി ഒരു സ്റ്റാൻഡേർഡ് അതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏകദേശം 1300ഓളം ആൾക്കാർക്ക് ഒരു MBBS ഡോക്ടർ വെച്ചുണ്ട്. ലേറ്റസ്റ്റ് കണക്കുകൾ പറയുന്നത് ഒരു 811 പേർക്ക് ഒരു ഡോക്ടർ വെച്ചുണ്ട്. അത് ആയുഷ്മാൻ മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, യോഗ, നാച്ചുറോപ്പതി ഒക്കെ കൂടി ചേരും. അവരെല്ലാം മെഡിക്കൽ പ്രാക്ടീഷണേഴ്സാണ്. അവരെല്ലാവരും കൂടി ചേരുമ്പോൾ 811 പേർക്ക് ഇപ്പം തന്നെ ഇന്ത്യയിലൊരു ഡോക്ടർ വെച്ചുണ്ട്. മറ്റൊരു വലിയ കണക്കെന്ന് വെച്ചാൽ ഏകദേശം 75% ഡോക്ടേഴ്സും അർബൻ ഏരിയയിൽ 28% പേഷ്യൻസിനെയാണ് സെർവ് ചെയ്യുന്നത്. കാര്യം നല്ല ജീവിതം, എപ്പോഴും ഡോക്ടറാവുക എന്ന് പറയുന്ന ഒരു സർവീസ് മെൻറ്റാലിറ്റിയുള്ള ജോലിയല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അപ്പോൾ ആരും അർബൻ റൂറൽ ഏരിയയിൽ പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ കുറ്റമല്ല, നല്ല ലൈഫ് സ്റ്റൈൽ ഇല്ല, നല്ല ഹൗസിംഗ് ഇല്ല, നല്ല ഫെസിലിറ്റീസ് ഇല്ല, നല്ല പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സ് ഇല്ല. ഇത് കേരളത്തിൻ്റെ അവസ്ഥയല്ല പറയുന്നത്, ഈ പാൻ ഇന്ത്യയുടെ അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റൂറൽ ഏരിയയിലൊക്കെ ഡോക്ടേഴ്സിൻ്റെ ഒരു കുറവും അവിടെ ഉണ്ട്. കാര്യം അവിടെ പലരും പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാലും ചില കണക്കുകൾ ഇപ്പം തന്നെ ഏകദേശം 1.5 ലക്ഷത്തിലധികം ഡോക്ടേഴ്സ് എക്സസ് ആണെന്നാണ് പറയുന്നത്, ജോബ്ലെസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 2030 ആകുമ്പം ചില കണക്കുകൾ പറയുന്നത് 1 മില്യൺ MBBS ഡോക്ടേഴ്സ് വിൽ ബി ജോബ്ലെസ് ഇൻ ഇന്ത്യ. എംപ്ലോയ്മെന്റ് ഇല്ലാത്തവരായി മാറും എന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഡോക്ടേഴ്സ് ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ്? ടെക്നോളജി ഒരുപാട് വികസിക്കുന്നു. ഏറ്റവും അധികം നന്നായിട്ട് ടെക്നോളജി വികസിക്കുന്നത് മെഡിക്കൽ സയൻസിൻ്റെ രംഗത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നോളജീസ് ഒക്കെ ഒരുപാട് വികസിക്കുമ്പോൾ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഇനി വളരെയധികം കൗൺസിലിംഗ് സ്കില്ലുള്ള, വളരെയധികം എംപതിയുള്ള, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്കാരാവണം. പിന്നെ തീർച്ചയായിട്ടും നല്ല ടെക്നിക്കൽ സ്കില്ലുള്ള ആൾക്കാരും കൂടെ ആവണം ഡോക്ടേഴ്സ്. അനലിസ്റ്റുകളാവണം. കാരണം ഡയഗ്നോസിസ് എന്ന് പറയുന്നൊരു വലിയ ഏരിയ ഡോക്ടേഴ്സിന് ഇപ്പോൾ തീരെ ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആയിട്ട് മാറാൻ പോകുന്നു. അതെല്ലാം ടെക്നോളജി ആ രംഗമെല്ലാം കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറാവുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മളെല്ലാവരും എപ്പോഴും ഓർക്കേണ്ടത്, യു ഷുഡ് ഹാവ് എ ലോട്ട് ഓഫ് പേഷ്യൻസ് ടു ഗെറ്റ് സം പേഷ്യൻസ്. ഒരുപാട് ക്ഷമയുള്ളവർക്ക് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, പേഷ്യൻസിനെ കിട്ടത്തുള്ളൂ. 1,30,000 UG സീറ്റുള്ളപ്പോൾ നമുക്ക് 82,000 PG സീറ്റാണുള്ളത്. അപ്പോൾ പകുതിയിലധികം സീറ്റ് ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് സോ ടഫ് ടു ഗെറ്റ് എ സ്പെഷ്യലൈസേഷൻ ഓഫ് യുവർ ചോയ്സ്. അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ഒരു എക്സാജറേഷൻ അല്ല, ഒരു 10-15 വർഷം പഠിച്ചാൽ ഒരു നല്ലൊരു പ്രാക്ടീസിങ് ഡോക്ടറായിട്ട് മാറാൻ പറ്റുമെന്ന റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കരിയറിൻ്റെ ഒരു ഡിഫിക്കൽറ്റി നമുക്ക് മനസ്സിലാവും. ആ ഡിഫിക്കൽറ്റിയൊക്കെ എടുക്കാൻ ഉള്ള മനസ്സുള്ള കുട്ടികൾ തീർച്ചയായിട്ടും MBBS പഠിക്കണം. റൂറൽ ഏരിയ സർവേ ചെയ്യാൻ നല്ല മനസ്സുള്ള കുട്ടികളും MBBS പഠിക്കണം. തീർച്ചയായിട്ടും നമുക്ക് വളരെ നല്ല മനുഷ്യന് ഉപകാരം ചെയ്യുന്ന, വളരെയധികം മനുഷ്യത്വമുള്ള ഡോക്ടർമാർക്ക് എല്ലാ കാലത്തും ഡിമാൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ മെഡിക്കൽ സയൻസിനോടുള്ള നിങ്ങളുടെ താല്പര്യം മാത്രമല്ല, ഡോക്ടറാകണമെന്നുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹം മാത്രമല്ല, അവിടെ സെർവിങ് മെൻറ്റാലിറ്റിയും കൗൺസിലിംഗ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും
അനാലിസിസ് സ്കില്ലും ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് ഇനിയുള്ള കാലത്ത് ഒരു ഡോക്ടറായിട്ട് ശോഭിക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ രണ്ടുവട്ടം ചിന്തിക്കേണ്ടതുണ്ട്. MBBS മാത്രമാണോ ഒരു ഓപ്ഷൻ, അതോ നമുക്ക് വേറെയും നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മെഡിക്കൽ സയൻസിനെ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റു പല മേഖലകളും ഉണ്ട്. അതൊക്കെ കണ്ടെത്തി അതിനകത്തോട്ട് തിരിയുന്നതും വളരെ നല്ല ബുദ്ധിയായിരിക്കും. പക്ഷേ നിങ്ങൾ വളരെ പാഷനേറ്റ് ആണ് ഡോക്ടറാണ് എങ്കിൽ മാത്രം 15 വർഷത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടി പഠിക്കാനും ആ ഒരു സ്പെഷ്യലൈസേഷനും സൂപ്പർ സ്പെഷ്യലൈസേഷനും ഒക്കെ നേടാനും ഒക്കെ ഉള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ MBBSന് വേണ്ടിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിയാൽ മതിയെന്നാണ് ഒരു കരിയർ കൗൺസിലർ എന്ന നിലയിലുള്ള എൻ്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഇത് MBBS പഠിക്കാൻ വന്ന കുട്ടികൾ മോശക്കാരാണെന്നോ അവർക്ക് അതൊന്നുമല്ല. അത് ഓരോരുത്തരുടെ ആഗ്രഹമാണ്. പക്ഷേ ഈ റിയാലിറ്റീസും കൂടി മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ അനാവശ്യമായ ഭയവും പേടിയൊന്നും ഇല്ലാതെ നമ്മുടെ പ്രിപ്പറേഷൻ നടക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ.